മൊണാലിസ ഭോസ്ലെ ആണല്ലോ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം? മൊണാലിസ സ്വന്തം കാമുകനുമായി ഒളിച്ചോടി. മധ്യപ്രദേശിൽ നിന്നും ഒളിച്ചോടിയ അവർ നേരെ എത്തിയത് എവിടെയാണ്? നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അവിടെ വെച്ച് അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പൊ കഴിഞ്ഞ മണിക്കൂറുകളായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവർ കേരളത്തിലേക്കായി ഒളിച്ചോടി വന്നതല്ലേ കേട്ടോ. എന്തോ ഷൂട്ടിന് ആവശ്യത്തിന് വേണ്ടി കേരളത്തിലേക്ക് വന്നതാണ്. അവിടെ വെച്ച് തന്നെ അവർ വിവാഹിതരാവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവം ഇത്രയും ചർച്ച അയച്ചിരിക്കും. നമുക്ക് ഈ സംഭവത്തിന്റെ A to Z കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് മൊണാലിസ എന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. കാരണം ഒരു കാലത്ത് സോഷ്യൽ മീഡിയ വൈറൽ താരമായിരുന്നു ഈ പറയുന്ന മൊണാലിസ ഭോസ്ലെ. 1-2 വർഷങ്ങൾക്ക് മുമ്പ് കുംഭമേളയിൽ എന്തോരു സാധനം വിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു ഈ പറയുന്ന മൊണാലിസ. അവിടെ വെച്ച് ഏതോ ഒരാൾ മൊണാലിസയുടെ ചിത്രം പകർത്തുന്നു, അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായി മാറുന്നു. അതോടെ ഏതാണ് ഈ സുന്ദരമായ കണ്ണുകളുള്ള സുന്ദരി എന്ന് സോഷ്യൽ മീഡിയ മുഴുവനും തപ്പാൻ തുടങ്ങി. അങ്ങനെയാണ് പുള്ളിക്കാരി ഇന്ത്യ മൊത്തം അങ്ങ് വൈറലായി മാറുന്നത്. എന്തായാലും അതിനുശേഷം മൊണാലിസയുടെ ജീവിതം വേറെ ലെവലിലേക്ക് തന്നെ മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരുപാട് ഉദ്ഘാടനങ്ങൾ, ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ, മൊണാലിസയുടെ റേഞ്ച് അങ്ങോട്ട് മാറിപ്പോയി. എന്തായാലും അത്രയും വൈറലായതോടെ ഈ പറയുന്ന മൊണാലിസയ്ക്ക് ഒരു തവണ കേരളത്തിൽ വന്ന് ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള അവസരവും കൂടി കിട്ടിയെന്നുള്ളതാണ്. വലിയ തുക ഓഫർ ചെയ്ത് പുള്ളിക്കാരിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ബോച്ചെ. കഴിഞ്ഞ വർഷം ജനുവരിയിൽ എങ്ങാണ്ടുമാണ് ബോച്ചെ ഈ പറയുന്ന മൊണാലിസയെ കൊണ്ടുവരുന്നത്. അതൊക്കെ അന്ന് കേരളത്തിൽ വൻ വൈറലായിരുന്നു. എന്തായാലും അന്ന് ഉദ്ഘാടന കർമ്മം ഒക്കെ നിർവഹിച്ച് കേരളത്തിൽ നിന്ന് വിട്ട ആളാണ് ഈ പറയുന്ന മൊണാലിസ. പിന്നീട് എന്തൊക്കെയോ ആൽബങ്ങൾ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ട്, ഏതൊക്കെയോ ചെറിയ ചെറിയ സിനിമകളിലും അഭിനയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ വീണ്ടും കാമുകനും ഒത്തു പുള്ളിക്കാരി കേരളത്തിലേക്ക് വരുന്നത്. അതും ചുമ്മാ വന്നതല്ലേ, ഇവിടെ വന്ന് കാമുകനെ വിവാഹം ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും മൊണാലിസനെ കേരളത്തിൽ വെച്ചുള്ള വിവാഹം സോഷ്യൽ മീഡിയയിൽ അങ്ങ് കത്തിക്കയറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കത്തിക്കയറി എന്ന് പറഞ്ഞതിനേക്കാളും ഭേദം വൻ വിവാദമായി മാറി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ മൊണാലിസ കല്യാണം കഴിച്ച വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ഫർമാൻ ഖാൻ എന്നുള്ളതാണ്. പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ആളൊരു മുസ്ലിമാണ്. ഹിന്ദു ആയിട്ടുള്ള മൊണാലിസ മുസ്ലിം ആയിട്ടുള്ള ഫർമാൻ ഖാനെ വിവാഹം കഴിക്കുന്നു, അതും കൊച്ചു കേരളത്തിൽ വെച്ച്. ഒരു വിവാദത്തിനുള്ള എല്ലാ സ്കോപ്പും അവിടെ കാണുന്നുണ്ട് അല്ലെ. ഒന്നാമത് അറിയാലോ, ഈ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ സിനിമ ഒക്കെ ഇറങ്ങി. അതൊക്കെ കണ്ട് കേരളക്കാരെ കുറിച്ചൊരു മോശം ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നോർത്ത് ഇന്ത്യൻസ്. അതിനിടയിൽ ഇങ്ങനെ ഒരു വിവാഹം കേരളത്തിൽ വെച്ച് നടന്നതും കൂടി ആവുമ്പോൾ ബാക്കി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും കറക്റ്റ് സമയത്താണ് മൊണാലിസയും കാമുകനും കേരളത്തിലേക്ക് എത്തിയത്. എന്തായാലും മൊണാലിസയും കാമുകനും കേരളത്തിൽ എത്തിയതിനു ശേഷം ഇവരുടെ വിവാഹത്തിന് തൊട്ടു മുമ്പായി ചില സംഭവ വികാസങ്ങൾ അരങ്ങേറുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടോക്കാം. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി പ്രയാഗ്രാജ് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ. അച്ഛൻ നാട്ടിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്നാണ് മൊണാലിസയുടെ പരാതി. പൂവാറിലെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് എത്തിയ മൊണാലിസയെ കാമുകൻ ഫറാനൊപ്പം പോലീസ് വിട്ടയച്ചു. അല്പസമയത്തിനകം ഇരുവരുടെയും വിവാഹം പൂവാർ അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കും. അവിടെ ഞങ്ങളുടെ പ്രതിനിധി അമൃത എത്തിയിട്ടുണ്ട്. അമൃത, ഒരു വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ പോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് മൊണാലിസയുടെ പരാതി? എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? തീർച്ചയായിട്ടും ഭവ്യ, ഞാനിപ്പോൾ ഇവിടെ ഒരു വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്കിടെ വൈറൽ താരമായി മാറിയ മൊണാലിസയുടെ വിവാഹമാണത്. ഇന്ന് ഉച്ചയ്ക്കാണ് മൊണാലിസയും അതുപോലെ കാമുകനായിട്ടുള്ള ഫറാനും ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയെത്തിയത്. ഒരു ഷൂട്ടിംഗിന്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ പൂവാറിലെത്തിയതായിരുന്നു മൊണാലിസ. ഇവിടെ എത്തിയപ്പോൾ ഈ ഫർഹാനുമായുള്ള ബന്ധം പിതാവ് അറിയുകയും പിന്നീട് പിതാവ് മൊണാലിസയെ ഇവിടെ നിന്നും നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയുമായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇത് മനസ്സിലാക്കി ഫർഹാനൊപ്പം മൊണാലിസ തമ്പാനൂർ സ്റ്റേഷനിലെത്തി പോലീസുകാരോട് അഭയം തേടുകയായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ കേരള സ്റ്റോറിയെ കുറിച്ചൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു സമയമാണ് ഇപ്പോൾ. ഈ ഒരു സമയത്താണ് ഈ ഫർഹാനുമായുള്ള മൊണാലിസയുടെ വിവാഹം നടക്കുന്നത്. തങ്ങൾക്ക് മറ്റെവിടെ പോയാലും ഈ സുരക്ഷിതരായി ജീവിക്കാൻ കഴിയില്ല, തങ്ങളുടെ പ്രണയത്തെ ആരും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ആരും അംഗീകരിക്കില്ല, കേരളത്തിൽ മാത്രമായിരിക്കും തങ്ങൾക്ക് ഈ ഒരു അംഗീകാരം ലഭിക്കുക, സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുക എന്നാണ് മൊണാലിസ പോലീസിനോട് പറഞ്ഞത്. പിന്നീട് ഈ 18 വയസ്സ് തികഞ്ഞതുകൊണ്ട് തന്നെ പോലീസ് മൊണാലിസയെ കാമുകനൊപ്പം അയക്കുകയായിരുന്നു. ഇപ്പോൾ 5:30ക്കാണ് ഇവിടെ ഈ വിവാഹം നടക്കുക. 5:30യോടുകൂടി വിവാഹം നടക്കും. ഉടൻ തന്നെ മൊണാലിസയും അതുപോലെ ഫറാനും എത്തുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MV ഗോവിന്ദൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിൽ അവരുടെ വിവാഹം നടന്നു എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് LDF മുൻകൈ എടുത്തിട്ടാണ് ഇവരുടെ വിവാഹം നടത്തി കൊടുത്തത് എന്നുള്ളതാണ്. അമ്പലത്തിൽ വെച്ചാണ് കേട്ടോ ഇവർ വിവാഹം നടത്തിയത്. ഇനി ഇത്രയുമായ സ്ഥിതിക്ക് ഇവര് താലി കെട്ടുന്ന രംഗം നമുക്കൊന്ന് കണ്ടോക്കാം.
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അതിനൊരു തീരുമാനമായി എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ അഭയം പ്രാപിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ മംഗളകരമായി തന്നെ കല്യാണം നടന്നു എന്നുള്ളതാണ്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു കോലാഹലം തന്നെ ഇവിടെ നടന്നേനെ. എന്തായാലും ഇതിനെല്ലാം ശേഷം ഈ പറഞ്ഞ മൊണാലിസയും കാമുകനും മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, പേടിക്കണം, ഞാൻ തർജ്ജമ ചെയ്തത്. മാധ്യമങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവർ മറുപടി പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ആദ്യമായി മാധ്യമങ്ങൾ ഇവരോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിവാഹം ചെയ്യാൻ കേരളം തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അതിന് ഇവർ കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം. यहाँ आकर शादी करने का डिसीजन कैसा लिया? नहीं, हम दोनों लव करते थे। इधर पर हम घूमने के लिए आए, इधर घूमने के लिए आए क्योंकि हम यहाँ पे दोनों लव करते हैं, प्यार करते हैं एक दूसरे से। यहाँ पे हम घूमने के लिए आए, हमें ये मंदिर अच्छा लगा और यहाँ पे केरला के लोग बहुत अच्छे हैं, इसलिए हमने चूज किया कि हम यहाँ पे ही शादी करेंगे इसी मंदिर से। അതാണ് ഞങ്ങൾ ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവിടെ ഞങ്ങൾ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വന്ന സമയത്ത് ഈ ക്ഷേത്രം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൂടാതെ കേരളത്തിലുള്ളവരൊക്കെ നല്ല ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് എന്താണ് നിങ്ങളുടെ ഭാവി പദ്ധതി? ഇവിടെ തന്നെ താമസിക്കാനാണോ തീരുമാനം എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ളവരുടെ മറുപടി ഒന്ന് കേട്ടോക്കാം. फ्यूचर का प्रोग्राम क्या है, इधर से कैसा है? अभी देखेंगे आगे क्या होता है। केरला में ही रहेगा? हाँ, कोशिश करेंगे केरला में रहने की क्योंकि केरला बहुत अच्छा है और यहाँ पे रहेंगे। जी हाँ, ഓക്കെ, അതാണ് നമുക്ക് മുന്നോട്ട് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. കേരളത്തിൽ തന്നെ ഞങ്ങൾ കഴിയാൻ ശ്രമിക്കും, കാരണം കേരളം വളരെ നല്ലതാണ്, ഇവിടെ തന്നെ താമസിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്നാണ് മൂപ്പര് മറുപടി പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങളുടെ അച്ഛൻ ഇതിനെ സമ്മതിച്ചില്ലേ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള മറുപടി ഒന്ന് കേട്ടോക്കാം. नहीं, पिताजी थोड़ा अगेंस्ट से शादी के, इसीलिए हम लोग इधर टेम्पल में शादी कर लिए। അതെ, അച്ഛൻ ഈ വിവാഹത്തിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ തന്നെ വിവാഹം കഴിച്ചത് എന്നാണ് ഇവരുടെ മറുപടി. ഇനി ഇത് കഴിഞ്ഞ് ഇവിടെ വെച്ച് വിവാഹം നടത്താൻ എന്തെങ്കിലും സഹായം ലഭിച്ചോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള മറുപടിയും കൂടി ഒന്ന് കണ്ടോക്കാം. नहीं, वैसे तो मुझे पता नहीं, लेकिन यहाँ पे मुझे लगा कि यहाँ पे अच्छा है करने के लिए शादी, यहाँ के लोग अच्छे हैं, मंदिर अच्छा है, सब कुछ अच्छे। सपोर्ट बहुत ज्यादा करते हैं। सपोर्ट बहुत ज्यादा करते हैं, आप लोगों ने इतना प्यार दिखाया, सब कुछ किया, मुझे बहुत अच्छा लगा, दिल से आप सभी का धन्यवाद। ठीक है जी। അതാണ്, ഇവിടെ വെച്ച് വിവാഹം നടത്താൻ സഹായം ലഭിച്ചോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇവിടെ വെച്ച് വിവാഹം ചെയ്യാൻ നല്ലതാണെന്ന് തോന്നി. ഇവിടെയുള്ള ആളുകളും വളരെ നല്ലവരാണ്, അതുപോലെ തന്നെ ക്ഷേത്രവും നല്ലതാണ്. എല്ലാവരും നന്നായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ എല്ലാവരും ഇത്രയും സ്നേഹം കാണിച്ചു, ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, അതിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു എന്നാണ് ഇപ്പൊ ഒരു മറുപടി പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ താമസിക്കുമോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയും കൂടി കണ്ടോക്കാം. इधर ही रहने का प्लानिंग है, अभी देखते हैं आगे क्या होगा। हाँ, अभी इधर देखेंगे, सोचेंगे, समझेंगे, अगर अच्छा लगेगा तो क्या। हाँ, इधर देखते हैं, आगे अच्छा लगेगा, केरला बहुत अच्छा है और यहाँ पे देखेंगे, सेटल करेंगे, अगर अच्छा लगा तो। അതെ, ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് ഇവിടെയൊക്കെ തന്നെ താമസിക്കാനാണ്. ഇപ്പൊ നോക്കാം, ഇവിടെ എല്ലാം കണ്ടു ചിന്തിച്ചിട്ട് തീരുമാനിക്കാം. നല്ലതായി തോന്നി ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാം, കാരണം കേരളം വളരെ നല്ല സ്ഥലമാണല്ലോ എന്നാണ് ഇവരുടെ മറുപടി. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രണയം എത്ര കാലമായി എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയും കൂടി കണ്ടോക്കാം. कितने साल का नहीं है? 6 महीने का। 6 मंथ का प्यार, 6 मंथ का प्यार। लेकिन 6 मंथ हमारे लिए 60 इयर्स के बराबर है, 60 साल के बराबर 6 मंथ का प्यार है हमारा, इसीलिए हम लोग शादी। അതാണ്, 6 മാസമായി ഞങ്ങൾ പ്രണയിക്കുന്നു, പക്ഷെ 6 മാസം ഞങ്ങൾക്ക് 60 വർഷം പോലെയാണ്. അത്രയും ആഴത്തിലുള്ള പ്രണയമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വിവാഹം ചെയ്തത് എന്നാണ് മറുപടി. ഇനി നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നതെന്നും കൂടി മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ മറുപടി കണ്ടോക്കാം. मैं भी एक्टर हूँ। जी जी जी, इसी फील्ड में हूँ मैं भी सिनेमा। हम लोग एक फिल्म में हम दोनों एक्टिंग करता था, दोनों का कास्टिंग हुआ, उसी टाइम हम दोनों मतलब बातचीत करना चालू किया। फिर मोनालिसा प्रपोज किया मुझे, मैं मना किया शुरुआत में, लेकिन मोनालिसा बोला नहीं हमें करना है, अच्छा लग रहा है, पसंद है, इसीलिए फिर मैं भी ओके बोला। बाद में हम दोनों को लव हुआ, डीप लव हुआ, उसके बाद डिसाइड किया कि हमें शादी करना। ഞാനൊരു നടനാണ്, സിനിമാ മേഖലയിലാണ് ഞങ്ങൾ ഇരുവരും ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിചയപ്പെട്ടത്. കാസ്റ്റിംഗ് സമയത്ത് എന്നെ സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് മൊണാലിസയാണ് എന്നെ പ്രപ്പോസ് ചെയ്തത്. ആദ്യം ഞാൻ നിരസിച്ചു, പക്ഷെ അവളൊരു കാര്യം എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ സീരിയസ് ആണ്. ഇത് കേട്ടതോടുകൂടി ഞാൻ പ്രണയത്തിന് സമ്മതിച്ചു. പിന്നീട് ഞങ്ങൾ തമ്മിൽ ആഴത്തിലുള്ള പ്രണയം ഉണ്ടായി. അതിനുശേഷമാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നാണ് വരന്റെ മറുപടി. ഇനി ഇത് കഴിഞ്ഞ് മാധ്യമങ്ങളുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത് നിങ്ങളുടെ കുടുംബം ഇതിന് സമ്മതിക്കുമോ എന്നുള്ളതാണ്. അതിന്റെ മറുപടി കണ്ടോക്കാം. नहीं, मुझे भी इसमें कुछ अच्छा नहीं, लेकिन मेरी फैमिली दूसरी जगह मेरी शादी करना चाहते थे और
मुझे वो अच्छा नहीं लगा। അതാണ് എന്റെ കുടുംബം മറ്റൊരു സ്ഥലത്ത് എന്റെ വിവാഹം നിശ്ചയിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എനിക്ക് അത് തീരെ ഇഷ്ടമായില്ല എന്നൊക്കെയാണ് മൊണാലിസ ഇവിടെ മറുപടി നൽകുന്നത്. ഇനി താങ്കൾ സന്തോഷവതിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള മൊണാലിസയുടെ മറുപടി ഉണ്ടോ? अब आप खुश हैं? क्या अभी खुश है? खुश है? रिलीजन था? अभी खुश है? अभी खुश अभी है? तो खुश हूँ मैं। അതെ, ഞാനിപ്പോ വളരെ സന്തോഷവതിയാണ് എന്നാണ് പുള്ളിക്കാരന്റെ മറുപടി. ഇനി അവസാനമായി മുമ്പ് മറ്റാരെങ്കിലുമായിട്ട് വിവാഹം നിശ്ചയിച്ചിരുന്നോ എന്നും കൂടി മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയും കൂടി കണ്ടോക്കാം. सुरेश है? सुरेश है? पिताजी को कुछ नहीं, कोई था हमारे गांव में तो उससे मेरी शादी करना चाहते थे, लेकिन मैंने मना कर दिया कि मुझे नहीं करना। बोलनी चाहते हो? അതെ, ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരാളുമായി വിവാഹം നിശ്ചയിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അത് ഞാൻ നിരസിച്ചു എന്നാണ് നമ്മുടെ മൊണാലിസ മറുപടി നൽകുന്നത്. ഇത്രയുമാണ് ഇവർ മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിനെല്ലാം ശേഷം നമ്മുടെ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഇവരുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വിവാഹ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതും കൂടി ഒന്ന് കേട്ടോക്കാം. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാം നമുക്ക് എല്ലാവർക്കും. ഇത് ഈ കുട്ടികളുടെ ധൈര്യം, ഇതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ ഭീഷണിക്കും വിധേയമായി അവിടെ കഴിയുകയാണ്. ഓക്കെ, കേരള സ്വർഗമാണോ? കേരളം ജീവിക്കാൻ പറ്റിയ സ്വർഗമാണോ? നമ്മൾ ഈ പറയുന്ന കേരള സ്റ്റോറിലൊക്കെ പറയുന്ന പോലെയാണോ? അതോ അതെല്ലാം നമ്മൾ തെളിയിക്കില്ലേ? കേരള സ്വർഗം തെളിയിക്കില്ലേ? അതെ, കേരള സ്വർഗമാണ് തെളിയിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ പറയുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിലും ആളുകളും അതേപോലെ തന്നെയാണ് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. കേരള സ്റ്റോറി സിനിമയിൽ പറയുന്ന പോലെ തന്നെ ഇവിടെ സംഭവിച്ചില്ലേ എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. ഇത് തന്നെ കേരള സ്റ്റോറിയിലും പറയുന്നത്. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് തന്നെ എല്ലാ സിനിമയും പറഞ്ഞത്. ഇത് തന്നെയാണ് കേരള സ്റ്റോറി. ഇനി പ്രൂഫ് വേണ്ടല്ലോ. വൈകാതെ അവളെയും ലവൻ മതം മാറ്റും. പിന്നെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നവർ ഇവിടെ തന്നെ കാണണം. ഇതും കേരള സ്റ്റോറിയിൽ ഉള്ളത് പോലെയല്ലേ CPM-ന്റെ ലവ് ജിഹാദ്. ഇങ്ങനെ നീളുന്ന കമന്റ് ബോക്സ്. വി ശിവൻകുട്ടിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ മാത്രമല്ല കേട്ടോ, ഈ മൊണാലിസയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ന്യൂസിന്റെ കമന്റ് ബോക്സിലും ഇത് തന്നെയാണ് കമന്റ്. കോപ്പി പേസ്റ്റ് ചെയ്ത പോലെയാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കമന്റുകളുടെ പാറ്റേൺ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും എവിടുന്നാണ് ഈ കമന്റുകളൊക്കെ വരുന്നത് എന്നുള്ളത്. ഉള്ളത് പറയാലോ, നല്ല PR വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട്. ഒരു അജണ്ടയുടെ ഭാഗമായി കോപ്പി പേസ്റ്റ് പോലെ ഈ മൊണാലിസയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഇതാണ് റിയൽ കേരള സ്റ്റോറി, കേരള സ്റ്റോറി സിനിമ സത്യമായില്ലേ എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് അല്ലേ. ഉള്ളത് പറയാലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേരി തിരിഞ്ഞുള്ള നല്ല രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് LDF-കാര് ഈ പ്രണയ വിവാഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ, നേരെ മറിച്ച് BJP-കാർ ചെയ്യുന്ന പരിപാടി എന്താണ്? ഇതേപോലെ കമന്റ് ബോക്സിൽ കണ്ടില്ലേ, ഇതാണ് റിയൽ കേരള സ്റ്റോറി, കേരള സ്റ്റോറി സിനിമയിൽ പറഞ്ഞത് ഇപ്പൊ സത്യമായില്ലേ എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ ഇട്ട് നല്ല രീതിയിൽ ഒരു മുതലെടുപ്പ് നടത്തുന്നുണ്ട്. പിന്നെ സ്ഥിരം ലവ് ജിഹാദ് ആരോപണ ടീമിന് ആഘോഷിക്കാൻ ഒരു സംഭവം കൂടി കിട്ടി എന്നുള്ളതാണ്. അല്ലെങ്കിലും ഈ ലവ് ജിഹാദ് ആരോപണ ടീമിന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ കോമഡിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർ റിലേഷൻ വിവാഹം നടന്നു കഴിഞ്ഞാണെങ്കിൽ അതിൽ വരൻ മുസ്ലിം ആണോ വധു ഹിന്ദു ആണോ അപ്പൊ ഇവർ പറയും ലവ് ജിഹാദ് ആണെന്ന്. എന്നാൽ നേരെ തിരിച്ച് സംഭവിച്ചാലോ ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അതൊരു സാധാരണ വിവാഹമല്ലേ, ഇതൊരു പ്രണയ വിവാഹമല്ലേ, ഇതിലിപ്പോ എന്താണ് ഇരിക്കണം എന്നുള്ളതായിരിക്കും ഇവര് ചോദിക്കുക. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് PC ജോർജ്. ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ് നടന്ന വ്യക്തിയായിരുന്നു പറഞ്ഞ PC ജോർജ്. ഇങ്ങനെ പറഞ്ഞു നടന്ന PC ജോർജിന്റെ കുടുംബത്തിൽ നടന്നത് എന്താണ്? മറ്റൊരു മതത്തിൽ പെട്ട പെൺകുട്ടിയെ സ്വന്തം കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അവളുടെ മതം മാറ്റി. അന്നേരം ഈ പറയുന്ന PC ജോർജിന് യാതൊരു പ്രശ്നവുമില്ല. അതേമാതിരിയാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ മുട്ടൻ കോമഡിയാണ് മക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ നല്ല രാഷ്ട്രീയ മുതലെടുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടി മറ്റേ ജനൻ TV-ക്കാർ വലിയൊരു ആരോപണവുമായി രംഗത്ത് വന്ന് കേട്ടോ. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ മൊണാലിസയ്ക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. ഇപ്പൊ നിലവിൽ 17 വയസ്സായിട്ടുള്ളൂ. പോക്സോ കേസിൽ ഈ പറയുന്ന മൊണാലിസയുടെ ചെക്കനും വിവാഹം നടത്തി കൊടുത്തവരും ഒക്കെ അകത്താകും എന്നുള്ള രീതിയിൽ ജനൻ TV-ക്കാർ രംഗത്ത് വന്ന് നമ്മൾ എന്തായാലും അവരുടെ ആ ന്യൂസ് ഒന്ന് കണ്ടോക്കാം. എന്നുള്ളതിനേക്കാൾ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 100% നിയമലംഘനവും 100% ആചാര ലംഘനവും നടന്നിരുന്ന ഒരു വിവാഹമാണിത്. ഇതനുസരിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ചോദ്യത്തിലെ രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരുമ്പോൾ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയാണ്. ദേശീയ മാധ്യമങ്ങളായ ടൈംസ് നൗ, ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമങ്ങൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2009 ജനുവരി മാസം 21-ാം തീയതിയാണ് ഈ പെൺകുട്ടി ജനിച്ചത്.
കാരണം 2025 ഇതിന്റെ 16ാം പിറന്നാൾ ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ വർഷം ജനുവരി ആയപ്പോൾ 17 വയസ്സും 2 മാസവുമായിട്ടുള്ള ഈ കുട്ടിയെ, അതുകൊണ്ട് ഇവർക്കെതിരെ മന്ത്രിയായ ശിവൻകുട്ടി, MP ആയ റഹീം, MLA ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ, ഈ 3 പേർക്കെതിരെയും ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരവും അതുപോലെ തന്നെ ഇന്ന് രാത്രി കഴിഞ്ഞാൽ പോക്സോ കേസും എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായിട്ടും ഇത് പോക്സോയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഒരു പോക്സോ ഒഫൻസ് ചെയ്യാനും മന്ത്രിയും MP-യും MLA-യും സഹായം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ് നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കില്ല. ശരി, അതിന്റെ ഇടയിൽ കൂടി ജന TV-ക്കാർ ഗോൾ അടിക്കാൻ നോക്കാണ്. എന്തായാലും ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മൊണാലിസയുടെ പ്രായം ഗൂഗിളിൽ കയറി ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. ഗൂഗിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒഫീഷ്യലി സംഭവം പുറത്തു വന്നിട്ടില്ല. പക്ഷേ 2009 ജനുവരിയിലാണ് മൊണാലിസ ജനിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മൊണാലിസയ്ക്ക് ഇതുവരെ 17 വയസ്സാവാനാണ് സാധ്യത എന്നുള്ള രീതിയിലാണ് ഗൂഗിൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആരോപണങ്ങൾ ഇത്രയും ആയപ്പോൾ മൊണാലിസയും ഭർത്താവും തന്നെ ഇതിന് മറുപടി ആയിട്ട് രംഗത്ത് വന്ന് കേട്ടോ. അവർ പ്രൂഫ് സഹിതം വരുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. एक्चुअली बहुत सारी न्यूज में चल रहा है कि वो अभी मैच्योर नहीं है, वो चाइल्ड है, लेकिन वो अडल्ट है, 18 प्लस है. आप देख सकते हैं इसमें मैरिज सर्टिफिकेट में लिखा हुआ है. उसका डेट ऑफ बर्थ में बर्थ सर्टिफिकेट में भी 18 प्लस है और आधार कार्ड में भी 18 प्लस है. आप लोग देख सकते हैं. അതാണ് ആധാർ കാർഡിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും 18 കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇവര് തെളിവ് സഹിതം എങ്ങനെ കാണിച്ചു തന്ന സ്ഥിതിക്ക് നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്നാലും ഇവരുടെ പാരന്റ്സിന്റെ ഇമോഷൻസ്, അതുപോലെ തന്നെ മൊണാലിസയുടെ വിദ്യാഭ്യാസ കുറവ്, പ്രായത്തിന് എടുത്തുചാട്ടം, ഇതൊക്കെ ഇവിടെ ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. അതൊന്നും നമ്മൾ ഇവിടെ അവഗണിച്ച് കളയുന്നില്ല. പക്ഷെ അതിനേക്കാൾ മുകളിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പും ഇവരുടെ മതവും അതുപോലെ തന്നെ ഇവരുടെ വിവാഹം കേരളത്തിൽ വെച്ച് നടന്നു എന്നുള്ള കാര്യവും ആളുകൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അതിൽ ഊന്നി നമ്മൾ സംസാരിച്ചു എന്ന് മാത്രം. എന്തൊക്കെയായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനിയുള്ള കാലം രണ്ടാളും കൂടി മുന്നോട്ട് നന്നായി പോവുക, അത്രയും പറയാനുള്ളൂ. ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ മൊണാലിസ ഈ പറയുന്ന സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് നാളെ BJP-ക്കാരും നോർത്ത് ഇന്ത്യൻസും കിടിലനായിട്ട് ആഘോഷിക്കും. ഇനി അതല്ല, ഇതൊക്കെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും കാരണവശാൽ മൊണാലിസയും ഈ പറയുന്ന ഭർത്താവും പിരിയുന്ന ഒരു സാഹചര്യവും വരികയാണെങ്കിൽ അതും ഇവർ നന്നായിട്ട് ആഘോഷിക്കും. എന്തുതന്നെയായാലും അവർക്ക് ആ ആഘോഷത്തിലുള്ള ഒരു വകുപ്പ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാര്യം രണ്ടാളും സൂക്ഷിച്ച് കണ്ടൊക്കെ ജീവിച്ചോളി, അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.